ആത്മപ്രണാമം. ശ്രീമൻ നാരായണീയം, ദശകം 16, ശ്ലോകം 6. 6 മുതൽ 10 വരെയുള്ള ശ്ലോകമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ ഈ ദശകത്തിലെ ആദ്യത്തെ 5 ശ്ലോകങ്ങൾ മനസ്സിലാക്കി. ഈ ദശകത്തിൽ നരനാരായണ അവതാരത്തെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത്. അപ്പോൾ ദക്ഷന്റെ 13 പുത്രിമാരെ ധർമ്മദേവൻ വിവാഹം ചെയ്തതും അതിൽ ഒരു പത്നിയാണ് മൂർത്തിദേവി. ഈ മൂർത്തിദേവിയാണ് നരനാരായണന്മാരുടെ അമ്മ. ഭഗവാന്റെ ഈ നരനാരായണ അവതാരത്തിന് 2 കർമ്മങ്ങളാണ് പ്രധാനമായും ചെയ്യാനുള്ളത്. ഒന്ന് ദുഷ്ടനിഗ്രഹവും, 2 മോക്ഷധർമ്മ ഉപദേശവും. അതിൽ സഹസ്രകവചൻ എന്ന അസുരനെ വധിച്ചുകൊണ്ട് ദുഷ്ടനിഗ്രഹം പൂർത്തീകരിച്ചു. അതിനുശേഷം നരനാരായണന്മാർ ബദരികാശ്രമത്തിൽ പോയി തപസ് ചെയ്തു. അങ്ങനെ സ്വയം അനുഷ്ഠിച്ച ആ മോക്ഷധർമ്മത്തെ മറ്റുള്ളവർക്ക് ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്തു. ഈ സമയം നരനാരായണന്മാരുടെ തപസ്സിളക്കാനായിട്ട് ഇന്ദ്രദേവൻ കാമദേവനെയും സ്വർഗീയ സുന്ദരിമാരെയും ബദരികാശ്രമത്തിലേക്ക് അയച്ചു. അവർ ബദരികാശ്രമത്തിലെത്തി പല വിധത്തിലും നരനാരായണന്മാരെ കാമവികാരം ഉണർത്തുന്ന രീതിയിൽ അവരെ പ്രലോഭിപ്പിക്കാൻ വേണ്ടി പല രീതിയിൽ ശ്രമിച്ചെങ്കിലും നരനാരായണന്മാർക്ക് ഒരു ഇളക്കവും തട്ടിയില്ല. അത് കണ്ട് കാമദേവൻ ഭയന്നു. അപ്പോൾ കണ്ണു തുറന്ന് അല്പം ഒന്ന് പുഞ്ചിരിച്ച് ഒന്ന് മന്ദഹസിച്ചുകൊണ്ട് ഭഗവാനെ അങ്ങ്, ഇവിടെ മേൽപ്പത്തൂർ പറയുകയാണ്, ഭഗവാനെ അങ്ങ്, അതായത് നരനാരായണന്മാർ കാമദേവനോടായിട്ട് ഇപ്രകാരം പറഞ്ഞു. ഇതുവരെയുള്ള ഭാഗമാണ് നമ്മൾ ഇതുവരെ കണ്ടത്. ഇനി 6ാമത്തെ ശ്ലോകം. ശ്ലോകം 6. ഭീത്യാലമംഗജ വസന്ത സുരാംഗനാവോ മന്മാനനം ത്വിഹ ജുഷധ്വമിതി ബ്രുവാണാ ത്വം വിസ്മയേന പരിതസ്തുവദാമദൈഷാം പ്രാദർശയാ സ്വപരിചാരകാദരാക്ഷി. ഭീത്യാ അലം അങ്കജ വസന്ത സുരാംഗന വഹ മന്മാനനം തു ഇഹ ജുഷധ്വം ഇതി ബ്രുവാണഃ ത്വം വിസ്മയേന പരിതഃ സ്തുവതാം അധ ഏഷാം പ്രാദർശയഃ സ്വപരിചാരക കാദരാക്ഷി. അധ ത്വം, അനന്തരം അവിടുന്ന്, നരനാരായണമൂർത്തി കാമദേവനോടായിട്ട് ഇപ്രകാരം പറയുകയാണ്. ഹേ അങ്കജ, അല്ലയോ കാമദേവ, വസന്ത, സുരാംഗന, ദേവസുന്ദരിമാരെ, വഹ, നിങ്ങൾക്ക്, ഭീത്യാ അലം, ഒരിക്കലും ഭയം വേണ്ട എന്ന്. അപ്പൊ അവർ നരനാരായണന്മാരെ കണ്ടിട്ട് ഭയന്നാണ് നിൽക്കുന്നത്. ഇത്രയും പ്രലോഭനങ്ങൾ ചെയ്തിട്ടും ഒരു ഇളക്കവും തട്ടാതെ ഇരിക്കുന്നവരെ കണ്ടപ്പോൾ അവരുടെ തേജസ് കണ്ട് കാമദേവനും ദേവസുന്ദരിമാരും ഭയന്നു. അപ്പൊ അവരോട് പറയാണ്, നിങ്ങൾ ഭയക്കേണ്ട. ഇഹ, ഇവിടെ വെച്ച്, മന്മാനനം തു, എൻ്റെ ഒരു സമ്മാനം, തു, നിങ്ങൾ, ജുഷധ്വം, സ്വീകരിച്ചാലും, ഇതി ബ്രുവാണ, ഇപ്രകാരം നരനാരായണമൂർത്തി അവരോട് പറഞ്ഞുകൊണ്ട് സ്വപരിചാരക കാദരാക്ഷി, തൻ്റെ പരിചാരികമാരായ, തൻ്റെ ദാസിമാരായ സുന്ദരിമാരെ വിസ്മയേന പരിതഃ, അത്ഭുതത്തോടെ തൻ്റെ ചുറ്റും നിന്ന് സ്തുവതാം, തന്നെ സ്തുതിക്കുന്ന ഏഷാം, ആ കാമദേവനും ദേവസുന്ദരിമാർക്കും പ്രാദർശയഃ, കാണിച്ചു കൊടുത്തു എന്ന്. അപ്പോൾ നരനാരായണന്മാരെ കണ്ട് ഭയന്ന് നിന്ന കാമദേവനും ദേവസുന്ദരിമാരെയും വിളിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഒട്ടും ഭയക്കേണ്ട ആവശ്യമില്ല, ഇവിടെ വെച്ച് ഞാൻ നിങ്ങൾക്കൊരു സമ്മാനം തരാം, അത് സ്വീകരിച്ചാലും എന്ന് പറഞ്ഞു. എന്നിട്ട് അത്ഭുതത്തോടു കൂടി നരനാരായണമൂർത്തിയെ ചുറ്റി അവരെ സ്തുതിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ കാമദേവനും ദേവസുന്ദരിമാർക്കും ഒരു കാഴ്ച കാണിച്ചു കൊടുത്തു. അവർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അതിസുന്ദരിമാരായ പരിചാരികമാർ അവരെ, നരനാരായണമൂർത്തികളെ പരിചരിച്ചുകൊണ്ട് ദാസിമാരായി നിൽക്കുന്നത് അവർക്ക് കാണിച്ചു കൊടുത്തു എന്ന്. അങ്ങനെ ശ്രീനാരായണ മഹർഷിയെ തോൽപ്പിക്കാൻ വന്നവർ തോറ്റ് നാണം കെട്ട് മടങ്ങുന്നതാണ് പിന്നെ കാണുന്നത്. ശ്ലോകം 7. സമ്മോഹനായ മിളിതാ മദനാദയസ്തേ
त्वद्दासिका परिमळे किल मोहमाभू दत्तां त्वया च जगृहुस्त्रभयैव सर्वा स्वर्वासि गर्वशमनीं पुनरुर्वशीं ताम्. सम्मोहनाय मिलिता मदनादयः ते त्वद्दासिका परिमलैः किल मोहम् आबुः दत्तां त्वया च जगृहुः त्रभया एव सर्व स्वर्वासि गर्वशमनीं पुनः उर्वशीं ताम्. തേ സമ്മോഹനായ, ഭഗവാനെ അവിടത്തെ സമ്മോഹനായ എന്ന് വെച്ചാൽ മോഹിപ്പിക്കുവാൻ വേണ്ടി, മിളിത അവിടെ എത്തിച്ചേർന്ന, മദനാദയ കാമദേവൻ മുതലായവരെല്ലാം, ത്വദ്ദാസികാ പരിമളെ അങ്ങയുടെ പരിചാരികമാരുടെ ആ ദാസിമാരുടെ സുഗന്ധത്താൽ മോഹം ആബുഹു കില മോഹത്തെ പ്രാപിച്ചു പോലും എന്ന്. പുനഃ അനന്തരം ത്വയാ ദത്താം അവിടുന്ന് സമ്മാനിച്ച സർവ സ്വർവാസി ഗർവശമനി എല്ലാ ദേവസുന്ദരിമാരുടെയും ആ ഞങ്ങൾ സുന്ദരികളാണ് എന്ന അഹങ്കാരം, ആ സൗന്ദര്യ മതം നശിപ്പിക്കുന്ന താം ഉർവശീം ആ ഉർവശിയെ അവർക്ക് നൽകി. അങ്ങനെ ത്രഭയാ ലജ്ജയോടെ ജഗൃഹോച്ച ആ ഉർവശിയെ സ്വീകരിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ നാരായണമൂർത്തിയെ മോഹിപ്പിക്കാൻ വേണ്ടി എത്തിയ കാമദേവനും മറ്റു ദേവസുന്ദരിമാരും ആ മൂർത്തിയുടെ പരിചാരികമാരായ സുന്ദരിമാരുടെ ആ സുഗന്ധത്താൽ ഇവർ മോഹിതരായി പോയി. അങ്ങനെ അന്തം വിട്ടു നിൽക്കുന്ന കാമദേവനും ദേവസുന്ദരിമാർക്കും ഭഗവാൻ നൽകിയ സമ്മാനം എന്തെന്ന് വെച്ചാൽ, ശ്രീനാരായണ മഹർഷി തൻ്റെ തുടയിൽ നിന്നും ഉർവശിയെ സൃഷ്ടിച്ചു. അവർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അത്രയ്ക്കും അതിസുന്ദരിയായിരുന്നു ഉർവശി. അപ്പോൾ ദേവസുന്ദരിമാർക്ക് ഞങ്ങളാണ് ഏറ്റവും സൗന്ദര്യമുള്ളവർ എന്ന അഹങ്കാരം അതോടെ ഇല്ലാതായി. ആ അഹങ്കാരത്തെ നശിപ്പിക്കുന്ന ഉർവശിയെ അവർക്ക് നാരായണമൂർത്തി അവർക്ക് സമ്മാനമായി കൊടുത്തു. അങ്ങനെ ഉർവശി ദേവിയെ സ്വീകരിച്ചുകൊണ്ട് അവർ അവിടെ നിന്ന് മടങ്ങുകയും ചെയ്തു. ശ്ലോകം 8. ദൃഷ്ടോർവശീം തവ കഥാം ച നിശമ്യ ശക്രാ പര്യാകുലോ ജനൈ ഭവൻ മഹിമാവമർശാത് ഏവം പ്രശാന്തരമണീയതരാവതാരാത് ത്വത്തോധികോ വരദ കൃഷ്ണതനുസ്ത്വമേവ. ദൃഷ്ടോ ഉർവശീം തവ കഥാം ച നിശമ്യ ശക്രഃ പര്യാകുലഃ അജനി ഭവൻ മഹിമാ അവമർശാത് ഏവം പ്രശാന്തരമണീയതര അവതാരാത് ത്വത്തഃ അധികഃ വരദ കൃഷ്ണതനുഃ ത്വം ഏവ. ശക്ര ഇന്ദ്രൻ ഉർവശിയെ ദൃഷ്ട്വാ കണ്ടിട്ട്, തവ അവിടത്തെ, കഥ നിശമ്യച കേട്ടിട്ടും, ഭവൻ മഹിമ അവമർശാത്ത് അങ്ങയുടെ മാഹാത്മ്യം അറിഞ്ഞതുകൊണ്ട്, പര്യാകുലഃ അജനി വ്യാകുല ചിത്തനായി തീർന്നു എന്ന്. അപ്പൊ കാമദേവൻ ഉർവശിയെയും കൊണ്ട് ദേവലോകത്ത് ചെന്നപ്പോൾ ഉർവശിയെ കണ്ട ഇന്ദ്രൻ അതുപോലെ അവിടെ സംഭവിച്ച കഥ, ഭഗവാന്റെ ആ കഥ കേട്ടിട്ടും ഇതെല്ലാം അറിഞ്ഞപ്പോൾ, ഇത്രയ്ക്കും മഹാത്മ്യമുള്ള നാരായണമൂർത്തിയെയാണല്ലോ ഞാൻ തെറ്റിദ്ധരിച്ചത് എന്ന് ഓർത്തിട്ട് നാരായണമൂർത്തിയുടെ ആ മഹാത്മ്യം അറിഞ്ഞ് ഇന്ദ്രൻ വ്യാകുലചിത്തനായി തീർന്നു. ഹേ വരദ, അല്ലയോ വരദായകനായ ഭഗവാനെ, ഇവിടെ മേൽപ്പത്തൂരാണ് വിളിക്കുന്നത്. ഏവം ഇപ്രകാരം പ്രശാന്ത രമണീയതര അവതാരാത്ത്, അതായത് പ്രശാന്തം സൗമ്യവും ആശ്ചര്യപ്പെടുത്തുന്ന കർമാനുഷ്ഠാനത്താൽ അതിമനോഹരവുമായ, അതായത് സൗമ്യവും ആരെയും ആകർഷിക്കുന്ന അത്രയും ആശ്ചര്യമുണ്ടാക്കുന്ന കർമ്മത്താൽ അതിമനോഹരവുമായ അവതാരമെടുത്ത ത്വത്തഃ, അതായത് അവിടുത്തെ ശ്രീനാരായണമൂർത്തിയായ അങ്ങയേക്കാൾ അധികഃ, അതായത് അതിനേക്കാൾ ശ്രേഷ്ഠനായവൻ കൃഷ്ണതനുഹു ശ്രീകൃഷ്ണ സ്വരൂപനായ ത്വമേവ
നിന്തിരുവടി മാത്രമാകുന്നു ഭഗവാനെ എന്ന്. അതായത് ഭഗവാൻ എടുത്ത നിരവധി അവതാരങ്ങളിൽ ഏറ്റവും അതിമനോഹരവും ആരെയും ആകർഷിക്കുന്ന കർമ്മം, ആ കർമ്മത്താൽ അതിമനോഹരവുമായ ഭഗവാന്റെ അവതാരം എന്ന് പറയുന്നത് ശ്രീ നാരായണമൂർത്തിയായിട്ടുള്ള ഈ അവതാരമാണ്. എന്നാൽ അതിലും ശ്രേഷ്ഠമായ ഒരു അവതാരം എന്ന് പറയാനുള്ളത് ശ്രീകൃഷ്ണ തനു, ശ്രീകൃഷ്ണ സ്വരൂപനായ അങ്ങയുടെ അവതാരം തന്നെയാണ് എന്ന്. അതായത് പൂർണ്ണ അവതാരം എന്ന് വിശേഷിപ്പിക്കാവുന്നത് ശ്രീകൃഷ്ണ അവതാരം തന്നെ എന്ന് ഇവിടെ മേൽപ്പത്തൂര് വിശേഷിച്ചും പറയുകയാണ്. ശ്ലോകം 9 ദക്ഷയാഗ ചരിതമാണ് വിവരിക്കാൻ ആരംഭിക്കുന്നത്. അതായത് നരനാരായണ അവതാരത്തെക്കുറിച്ചുള്ള വിവരണം അവിടെ അവസാനിക്കുന്നു. ഇനി നരനാരായണ മൂർത്തിയുടെ അമ്മയായ മൂർത്തി ദേവിയുടെ അച്ഛനാണ് ദക്ഷൻ. ദക്ഷന്റെ 13 പെൺമക്കളെയാണല്ലോ ധർമ്മദേവൻ വിവാഹം കഴിച്ചത്. അതിലൊരു മകളാണ് മൂർത്തി. മൂർത്തി ദേവിയുടെ അച്ഛനായ ദക്ഷൻ നടത്തിയ യാഗം, അതിനെക്കുറിച്ചുണ്ട്. ആ യാഗത്തിന്റെ ചരിതമാണ് ഈ ഒരു 9ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. ദക്ഷസ്തു ധാതുരതിലാളനയാ രജോന്തോ നാത്യാദൃതാസ്ത്വയി ച കഷ്ടം അശാന്തിരാസീത് യേന വ്യരുന്ദസ ഭവത്തനുമേവ ശർവം യജ്ഞേ ച വൈരപിശുനേ സ്വസുതാം വ്യമാനീത്. ദക്ഷഃ തു ധാതുഃ അതിലാളനയാ രജഃ അന്തഃ ന അത്യാദൃതഃ ത്വയി ച കഷ്ടം അശാന്തി ആസീത് യേന വ്യരുന്ദ സ ഭവത് തനും ഏവ ശർവം യജ്ഞേ ച വൈരപിശുനേ സ്വസുതാം വ്യമാനീത്. ദക്ഷഃ തു ദക്ഷനാകട്ടെ, അതായത് ബ്രഹ്മാവിന്റെ പുത്രനാണ് ദക്ഷ പ്രജാപതി. അങ്ങനെയുള്ള ദക്ഷ പ്രജാപതി ആകട്ടെ ധാതുഹു ബ്രഹ്മാവിന്റെ പിതാവായ ബ്രഹ്മദേവന്റെ അതിലാളന കൊണ്ട് രജോഹോ അന്തഹ അതായത് രജോഗുണം കൂടിയ രീതിയിൽ ക്രോധ മദം മാത്സര്യാദികൾ നിറഞ്ഞ് വിവേകശൂന്യനായി തീർന്നു എന്നർത്ഥം. പിതാവായ ബ്രഹ്മദേവന്റെ അതിലാളന, അതായത് ബ്രഹ്മദേവൻ അർഹിക്കാത്ത ചില സ്ഥാനമാനങ്ങൾ ദക്ഷന് നൽകിയപ്പോൾ ദക്ഷൻ, അതിനെയാണ് അതിലാളന എന്ന് പറയുന്നത്. അതുകൊണ്ട് രജോ ഗുണം കൂടി ക്രോധം മദം മാത്സര്യം എന്നീ വികാരങ്ങൾ വന്ന് വിവേകം നഷ്ടപ്പെട്ടവനായി തീർന്നു ദക്ഷ പ്രജാപതി. ന അത്യാദൃതഃ ത്വയി ച അശാന്തിഹി ആസീത് കഷ്ടം, അതായത് ആ ബ്രഹ്മദേവനാൽ കൂടുതൽ ലാളിക്കപ്പെട്ടപ്പോൾ, കൂടുതൽ സ്ഥാനമാനങ്ങൾ കിട്ടിയപ്പോൾ ത്വയീച്ച ഭഗവാനെ അങ്ങയിൽ പോലും അശാന്തിഹി ആസീത് വിനയമില്ലാത്തവനായി തീർന്നു ആ ദക്ഷൻ. കഷ്ടം തന്നെയാണ് ഇത് എന്ന്. ബ്രഹ്മദേവൻ കൂടുതൽ സ്ഥാനമാനങ്ങൾ നൽകിയപ്പോൾ ഭഗവാനോട് പോലും ഒരു വിനയമില്ലാത്തവനായി തീർന്നു ആ ദക്ഷൻ എന്നാണ് പറയുന്നത്. യേന സഹ ഭവത്തനും ഏവ, ഈ അവിനയം കൊണ്ട്, ഈ വിനയമില്ലായ്മ കൊണ്ട് ദക്ഷൻ അവിടത്തെ മൂർത്തി തന്നെയായ ശിവനെ ശർവം വ്യരുന്തഹ, അതായത് ശിവനെ ദ്വേഷിച്ചു എന്ന്. ഭഗവാൻ തന്നെയായിരിക്കുന്ന ആ ഒരു ദമ്പം, അഹങ്കാരം കൊണ്ട് ദക്ഷൻ അങ്ങ് തന്നെയായിട്ടുള്ള മഹാദേവനെ, അതായത് മഹാവിഷ്ണുവും ബ്രഹ്മദേവനും മഹാദേവനും ഒന്ന് തന്നെയാണ്, അപ്പൊ അങ്ങ് തന്നെയായ ആ മഹാദേവനെ ദ്വേഷിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ വൈരപിശുനെ യജ്ഞേ, അതായത് ശിവവിരോധം കൂടിക്കൂടി വന്നപ്പോൾ യാഗത്തിൽ വെച്ച് അങ്ങനെ ശിവവിരോധത്താൽ മഹാദേവന് നൽകേണ്ട യാഗത്തിന്റെ ഓഹരി, യജ്ഞത്തിന്റെ ഓഹരി മഹാദേവനെ നിഷേധിച്ചുകൊണ്ട് നടത്തിയ യാഗത്തിൽ വെച്ച് സ്വസുതാം തൻ്റെ സ്വന്തം മകളെ വ്യമാനീത് ച അപമാനിക്കുകയും, സ്വന്തം മകളായ സതീദേവിയെ ദക്ഷൻ അപമാനിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ ദക്ഷ പ്രജാപതിയുടെ ഈ കഥ, സതീദേവിയുടെ ദേഹവിയോഗവും ഒക്കെ നമുക്കറിയാം. ദക്ഷനെ പ്രജാപതിമാരുടെ അധിപതിയാക്കി നിശ്ചയിച്ചതാണ് ബ്രഹ്മാവ് ചെയ്ത അതിലാളന എന്നാണ് പറയുന്നത്. ഒരിക്കൽ പ്രജാപതിമാരുടെ സത്രത്തിലേക്ക് ദക്ഷ പ്രജാപതി കടന്നു ചെന്നു. ബ്രഹ്മാവും ശിവനും ഒഴികെ മറ്റെല്ലാവരും അദ്ദേഹത്തെ കണ്ടപ്പോൾ എഴുന്നേറ്റ് ദക്ഷനെ വന്ദിച്ചു.
ദക്ഷൻ തൻ്റെ പിതാവായ ബ്രഹ്മാവിനെ വന്ദിച്ച് സദസ്സിലിരുന്നു. തൻ്റെ മകളായ സതിയുടെ ഭർത്താവായ ശിവൻ തന്നെ കണ്ടിട്ട് എഴുന്നേൽക്കാത്തതിൽ ദക്ഷൻ കോപിച്ച് ആ സദസ്സിൽ വെച്ച് തന്നെ ശിവനെ വല്ലാതെ അധിക്ഷേപിച്ചു. മഹാദേവന് അർഹതപ്പെട്ട യജ്ഞഭാഗം, ആ ഹവിർഭാഗം കൊടുക്കാതെ ഒരു മഹായജ്ഞം തന്നെ നടത്താൻ ഒരിക്കൽ ദക്ഷൻ ഇറങ്ങി പുറപ്പെട്ടു. തൻ്റെ മകളായ സതിയെ ദക്ഷൻ യാഗവൃത്താന്തം അറിയിക്കുക പോലും ചെയ്തില്ല. ദക്ഷയാഗത്തെ പറ്റി കേട്ടറിഞ്ഞ സതീദേവി മഹാദേവൻ പരമേശ്വരന്റെ ഉപദേശം മാനിക്കാതെ, ഭഗവാൻ പോകരുത് എന്ന് പറഞ്ഞു തടഞ്ഞിട്ടും അത് കേൾക്കാതെ യാഗത്തിന് പുറപ്പെടുകയും ചെയ്തു. ആ യാഗത്തിൽ വെച്ച് തൻ്റെ പിതാവ് സതീദേവിയെയും മഹാദേവനെയും അപമാനിച്ചതിൽ മനം നൊന്ത് ആ യാഗാഗ്നിയിൽ സതീദേവി ശരീരം ഉപേക്ഷിക്കുകയും ചെയ്തു. പിന്നീട് സതീദേവി ശരീരം ഉപേക്ഷിച്ച വാർത്തയറിഞ്ഞ് മഹാദേവൻ കോപിഷ്ഠനാവുകയും ആ കോപത്തിൽ നിന്നും വീരഭദ്രസ്വാമികൾ സൃഷ്ടിക്കപ്പെടുകയും ആ സ്വാമി ആ ദക്ഷയാഗത്തിൽ മഹാദേവന്റെ ഭൂതഗണങ്ങളും വീരഭദ്രസ്വാമികളും ചേർന്ന് ആ ദക്ഷയാഗത്തിന്റെ ആ യാഗശാല മുഴുവൻ ആക്രമിക്കുകയും അവിടെ അവരോട് യുദ്ധം ചെയ്യുകയും ദക്ഷന്റെ തല അറുത്തുകളയുകയും ചെയ്തു. പിന്നീട് ബ്രഹ്മാവും മറ്റു ദേവന്മാരും മഹാദേവനെ സമാധാനിപ്പിച്ച് ഭഗവാനോട് അപേക്ഷിച്ചപ്പോൾ ഭഗവാൻ ദക്ഷന് ഒരു ആടിന്റെ ശിരസാണ് പിന്നീട് വെച്ചുകൊടുത്തത്. അതിനുശേഷം മഹാവിഷ്ണു ദക്ഷന്റെ അഹങ്കാര വിദ്വേഷങ്ങളെ എല്ലാം നശിപ്പിച്ച് അദ്ദേഹത്തിന് പ്രജാപതിമാരുടെ അധിപതിയായിരിക്കാനുള്ള യോഗ്യത ഉണ്ടാക്കി കൊടുത്തു, യോഗ്യനാക്കി തീർത്തു. മഹാവിഷ്ണുവിന്റെ നേതൃത്വത്തിൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ പിന്നീട് അഹങ്കാരമൊക്കെ ശമിച്ച ദക്ഷൻ ആ യാഗം ഭംഗിയായി പൂർത്തീകരിക്കുകയും ചെയ്തു എന്നർത്ഥം. ശ്ലോകം 10. ക്രുദ്ധേശമർദിതമഖ സതുകൃത്തശീർഷോ ദേവപ്രസാദിതഹരാദധ ലബ്ധജീവാ ത്വത്പൂരിതാ കൃതുവര പുനരാപശാന്തിം സത്വം പ്രശാന്തികര പാഹി മരുത്പുരേശ. ക്രുദ്ധേ ശമർദിത മഖ സഹതു കൃത്തശീർഷഃ ദേവപ്രസാദിത ഹരാത് അധ ലബ്ധജീവഃ ത്വത് പൂരിത കൃതുവരഃ പുനഃ ആപശാന്തിം സഹ ത്വം പ്രശാന്തികര പാഹി മരുത്പുരേശ. സഹ ആ ദക്ഷനാകട്ടെ, സഹത്തു ആ ദക്ഷനാകട്ടെ, ക്രുദ്ധേശമർദിത മഖഃ കോപിച്ച ശിവനാൽ തകർക്കപ്പെട്ട യാഗത്തോടു കൂടിയവനായി, കൃത്തശീർഷഃ ശിരച്ഛേദം ചെയ്യപ്പെട്ടവനായി തീർന്നു. അപ്പോ ദക്ഷൻ ഭഗവാനെ ദക്ഷന് അപമാനം, അപ്പോൾ സ്വന്തം പിതാവ് അപമാനിച്ചതോടുകൂടി സഹിക്കാൻ കഴിയാതെ സതീദേവി ആ യാഗാഗ്നിയിൽ ദേഹത്തെ ഉപേക്ഷിച്ചപ്പോൾ ആ വാർത്തയറിഞ്ഞ മഹാദേവന്റെ കോപത്തിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ട വീരഭദ്രസ്വാമികൾ ചെന്ന് ദക്ഷന്റെ യാഗശാലയെ നശിപ്പിച്ചു. അതാണ് ദക്ഷനാകട്ടെ കോപിച്ച മഹാദേവനാൽ തകർക്കപ്പെട്ട യാഗത്തോടു കൂടിയവനായി ശിരച്ഛേദം ചെയ്യപ്പെട്ടവനായി തീർന്നു. അഥാ പിന്നീട് ദേവപ്രസാദിത ഹരാത് ദേവന്മാരുടെ പ്രാർത്ഥന കേട്ട് പ്രസാദിക്കപ്പെട്ട ശ്രീ പരമേശ്വരനിൽ നിന്നും ലബ്ധ ജീവഹ ദക്ഷന് ജീവൻ തിരിച്ചു കിട്ടുകയും ചെയ്തു. ത്വത് പൂരിത കൃതുവരഹ ഭഗവാനെ അങ്ങയാൽ, അതായത് മഹാവിഷ്ണുവിന്റെ അനുഗ്രഹത്താൽ പിന്നീട് ആ യജ്ഞപൂർത്തി വരുത്താൻ കഴിഞ്ഞ് അതിനുശേഷം ശാന്തിം ആബഹ ദക്ഷന് ശാന്തിയെ പ്രാപിക്കാൻ കഴിയുകയും ചെയ്തു. ഹേ പ്രശാന്തികര, എല്ലാവർക്കും പരമമായ ശാന്തിയെ അരുളുന്ന ശ്രീ ഗുരുവായൂരപ്പ, മരുത്പുരേശ ഗുരുവായൂരപ്പ, സഹത്വം പാഹി, അവിടുന്ന് എന്നെയും രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇവിടെ മേൽപ്പത്തൂര്.
അപ്പോൾ ദക്ഷനാൽ അപമാനിതയായ സതീദേവി ആ യാഗാഗ്നിയിൽ ദേഹത്യാഗം ചെയ്തുവെന്നറിഞ്ഞ പരമേശ്വരൻ ക്രുദ്ധനായി തൻ്റെ ജടയിൽ നിന്നും വീരഭദ്രനെ സൃഷ്ടിച്ചു. അത്യുഗ്രമായ ആ ശൈവ തേജസ് യജ്ഞം തകർക്കുകയും ദക്ഷന്റെ കഴുത്തറുക്കുകയും ചെയ്തു. ദേവന്മാരുടെ സ്തുതി കേട്ട് പ്രസന്നനായ ശ്രീ പരമേശ്വരൻ ദക്ഷന്റെ കണ്ഠത്തിൽ ഒരു ആടിന്റെ തല വെച്ച് അദ്ദേഹത്തിന് ജീവൻ തിരിച്ചു കൊടുത്തു. ഭഗവത് പ്രസാദത്താൽ പിന്നീട് യജ്ഞം മുഴുമിപ്പിക്കാൻ ദക്ഷന് സാധിക്കുകയും ചെയ്തു. ഇങ്ങനെ ക്രോധം, ദമ്പം മുതലായ ദോഷങ്ങൾ നീങ്ങി ദക്ഷന് ഭഗവാൻ പൂർണ്ണ ശാന്തിയെ നൽകുകയും ചെയ്തു. ഇതാണ് ദക്ഷയാഗത്തിന്റെ ചരിതം.